ഒരു താമരയുടെ ട്യൂബർ നടുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോ. 45 ലിറ്റർ വെള്ളം കൊള്ളുന്ന ആ ഒരു പോട്ടിന്റെ താഴ്ഭാഗത്തായി ഏകദേശം 2 ഹാങ്ങിങ് പോട്ടിൽ കൊള്ളുന്നത്ര ചാണകപ്പൊടി ഇടുക. എല്ലുപൊടി ഉള്ളവർക്ക് എല്ലുപൊടിയും ഇടാം. പിന്നെ ആട്ടിൻകാഷ്ടമുള്ളവർക്ക് അതും ഉപയോഗിക്കാം. അതിന് മീതിയായി കല്ലില്ലാത്ത പുരയിടത്തിലെ മണ്ണിടുക. ചെളി കിട്ടുന്നവർക്ക് ചെളി ഉപയോഗിക്കാം. അതിനുശേഷം മുകൾ ഭാഗത്തുള്ള കല്ലെല്ലാം പറക്കി കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് മണ്ണിനെ ചെളി രൂപത്തിൽ ആക്കിയെടുക്കുക. ചെളി രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ നടാനെടുക്കുന്ന ട്യൂബർ എടുത്ത് മണ്ണിന് മുകളിൽ ചെറുതായി ഒന്ന് വച്ചു നോക്കുക. ആ വച്ച ഭാഗത്ത് ഒരു ചാല് പോലെ കീറി വെക്കുക. അതായത് ട്യൂബർ ഒരുപാട് ആഴത്തിൽ പോകാതെ ആ ചാല് പോലെ വച്ച ഭാഗത്താണ് ഇത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതിനുശേഷം ട്യൂബറിനെ ചെറുതായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കുക. ട്യൂബറിന്റെ മുകൾ ഭാഗം, അതായത് ഗ്രോത്ത് ടിപ്പ് ഉള്ള ഭാഗം മണ്ണിന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നടുക. അതിനുശേഷം കുറച്ച് മണ്ണ് ചേർത്ത് അതിനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി നേരിട്ട് ഈ മണ്ണിലേക്ക് വെള്ളം ഒഴിക്കരുത്. ഒരു താമരയുടെ ഇലയോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ അതിന് മീതെ വച്ചതിന് ശേഷം വെള്ളം അതിലേക്ക് ഒഴിച്ച് കുറേശ്ശെയായി ഒഴിച്ച് ഫുൾ ആവുന്നതുവരെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിന്റെ മീതെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാതിരിക്കാനും, അതായത് വെള്ളം തിളച്ചു കഴിഞ്ഞാൽ താമരയുടെ ട്യൂബർ ചീഞ്ഞു പോകാനിടയുണ്ട്. അതുകൊണ്ട് സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കാതിരിക്കാനും, പിന്നെ കാക്കയും മറ്റുള്ള ജീവികളും ഇറങ്ങി കുളിക്കുകയും മറ്റും ചെയ്ത് ട്യൂബർ ചീഞ്ഞു പോകാനിടയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി ഉണങ്ങിയ ഓലയോ അല്ലെങ്കിൽ പച്ച ഓലയോ വച്ച് ഇതിന്റെ മുകളിൽ ഏകദേശം 2 ആഴ്ച, അതായത് ഫ്ലോട്ടിംഗ് ലീഫ് വരുന്നത് വരെ മൂടി വയ്ക്കുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. ഫ്ലോട്ടിംഗ് ലീഫ് വന്നതിന് ശേഷം നമ്മൾ വച്ചു കൊടുത്ത ഓല എടുത്തു മാറ്റാം.